തുടക്കക്കാർക്ക് വേണ്ടി ഞാനിത് ആദ്യം പറയുന്നത് എന്താ അറിയോ, അറിയാതെ ഹിന്ദിയൊക്കെ കുറെ കേട്ട് പഠിച്ച ആൾക്കാർ ഇത് കേൾക്കാൻ വന്നിട്ട് പറയും എന്താ അയാൾ ഇപ്പോഴും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മടിയന്മാർക്ക് വേണ്ടി എത്രയോ വീഡിയോ ചെയ്തിട്ടും കേൾക്കാത്ത, അതല്ലെങ്കിൽ ഫോളോ ചെയ്യാത്ത, അതല്ലെങ്കിൽ ആദ്യമായി വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ സാർ താങ്കൾ എവിടെയാണ്, താങ്കൾ എവിടെ നിന്നാണ്, താങ്കളുടെ പേരെന്താണ്, എന്താ വർക്ക് ചെയ്യുന്നത്, സുഖാണോ, സുഖല്ലേ, ഇതൊക്കെ ഒന്ന് ചോദിച്ചാലോ നമ്മൾ. അങ്ങനെ ചോദിക്കുക. ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ അന്ന് നിങ്ങൾ പ്രയോഗിക്കണം. അങ്ങനെ പഠിച്ച് പരിശീലിച്ച് നാവിൽ എളുപ്പമായാൽ മാത്രമേ ഈ ഭാഷ കയ്യിൽ കിട്ടുള്ളൂ. ശരിയല്ലേ? ഇനി അധികം പഠിക്കണം നമ്മളെടുത്ത് വന്നാൽ മതി. നമ്മളെന്താക്കി തരാം, നേരിട്ട് പഠിപ്പിക്കാൻ ടീച്ചർമാരൊക്കെ വെച്ചിട്ടുണ്ട്, അവർ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ് കഹാൻസേ, ജനാബ് ആപ് കഹാൻസേ, ഒരാൾ വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹത്തോട് ആ ഭായി നാം ക്യാ ഹേ ആപ്ക, നിങ്ങളുടെ പേരെന്താണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു തുമാരാ നാം ക്യാ ഹേ, ഇങ്ങനെ ചോദിക്കരുത്. അതൊരു പുസ്തക അച്ചടി ശൈലിയാണ്. സംസാരിക്കും അങ്ങനെയൊന്നല്ല. നാം ക്യാ ഹേ ആപ്ക, ക്യാ നാമേ ആപ്ക, ബോലിയെ നാം ക്യാ ഹേ. ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ് എക്സ്ട്രാ ബഹുമാനം കൊടുത്തല്ലേ സംസാരിക്കാൻ പാടുള്ളൂ. അത് ഹിന്ദി ഭാഷയുടെ കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ ആ ബഹുമാനത്തിൽ നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാതെ തെരനാം ക്യാ ഹേ എന്ന് ചോദിക്കാം, കള്ളന്മാരോടൊക്കെ അങ്ങനെ ചോദിക്കാം. തെരനാം ക്യാ ഹേ, കുട്ടികളോട് പോലും ആപ്പ് എന്ന് പറയുന്ന ശൈലിയാണ് അവർക്ക്. ഓക്കെ, നാം ക്യാ ഹേ ആപ്ക, നിങ്ങളുടെ പേരെന്താണ്. ആപ് ക്യാ കാം കർത്തേ ഹേ, താങ്കൾ എന്താ വർക്ക് ചെയ്യുന്നത്. ക്യാ കർത്താ ഹേ എന്ന് ചോദിക്കരുത്, ക്യാ കർത്തേ ഹേ എന്ന് ചോദിക്കണം. അതാണ് ബഹുമാനം. താങ്കൾ എന്താണ് വർക്ക് ചെയ്യുന്നത് സാറേ, ക്യാ കാം കർത്തേ, ആപ് ക്യാ കർത്തേ ഹേ, അത്ര മതി. ക്യാ കാം ചോദിച്ചോളുന്നില്ല, ആപ് ക്യാ കർത്തേ ഹേ, ആച്ചാ ക്യാ കർത്തേ. അപ്പം നാം ചോദിച്ചു, ക്യാ കർത്തേ ഹേ. കഹാം കാം കർത്തേ ഹേ, എവിടെയാ. ഖിദർ എന്നതിനേക്കാളും ഒന്നുകൂടി സ്മൂത്തായ ഒരു വേർഡാണ് കഹാ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ എവിടെയാ വർക്ക് ചെയ്യുന്നത്, എന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. ആപ് കഹാ രഹത്തെ ഹേ, ആപ് കഹാ രഹത്തെ ഹേ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ ഹിന്ദി പറയാലോ, നിങ്ങൾ എവിടുത്തെ ആളാണ്. ആപ് കഹാം കേ ഹേ, ആപ് കഹാം കേ ഹേ, നിങ്ങൾ എവിടുത്തുകാരനാണ് എന്ന് ചോദിക്കാം. ആപ് കഹാ രഹ്നെ വാലാ ഹേ, നിങ്ങൾ എവിടെ താമസിക്കുന്ന ആളാണ്. ആ ബിഹാർ കെ ഹേ, ആ മുംബൈ കാ ഹേ. ഇനി ഞാൻ മുംബൈയിൽ നിന്നാണ്, മേ മുംബൈ സെ ഹൂ, മേ ബിഹാർ സെ ഹൂ, മേ കേരള സെ ഹൂ. കേരള എന്ന് പറയരുത്, കേരള സെ ഹൂ എന്ന് പറയണം. ഉള്ള എന്ന അക്ഷരം ഹിന്ദിയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ മലയാളം അതിലേക്ക് മിങ്കിളാക്കരുത്, ഇല്ല എന്ന് പറയണം. അപ്പോഴാ ഭാഷയോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയാം മേ സയ്യിദ് ഹൂം, നിങ്ങൾ പറഞ്ഞോളി മേ ജോൺ ഹൂം, മേ കുമാർ ഹൂം, മേ കേരള സെ ഹൂം, മേ കാലിക്കറ്റ് സെ ഹൂം, മേ ഏ കമ്പനി മേ എഞ്ചിനീയർ ഹൂം, ഏ കമ്പനി മേ ദുബായ് മേ കാം കർ റഹാ ഹൂം. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സ്മൂത്തായ ഭാഷ പറയാനും ചോദിക്കുവാനും പഠിക്കുക. ഔർ ആപ്പ് എന്ന് പറയാൻ ചിലപ്പോൾ मैं कुमार हूँ, मैं एक എഞ്ചിനീയർ हूँ, ദുബായ് മേ കാം കർ റഹാ ഹൂം, ഔർ ആപ്പ് ആ ആൻഡ് യു. ഇതാണ്. ഈ രീതിയിലും നിങ്ങൾ തുടക്കക്കാർക്ക് ഒരാളെ പരിചയപ്പെടാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണോ, ഹിന്ദി യൂനി ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുതേ, ये हमारा रिक्वेस्ट है. बहुत बढ़िया, शुक्रिया.